ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തു സ്പർശനത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ഇന്ന് സുവിശേഷത്തിലൂടെ നാം ധ്യാനിക്കുക, കുഷ്ഠരോഗിയായ ഒരു മനുഷ്യനെ യേശു കരുണാപൂർവം സ്പർശിച്ച് സൗഖ്യപ്പെടുന്നതാണ്. കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു തൻ്റെ കൃപയുടെ കരനീട്ടി തൊട്ട് സൗഖ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് യേശു പറയുന്നു, നീ പോയി പുരോഹിതനെ കാണിക്കുക, മോശ കൽപ്പിച്ചിട്ടുപോലെ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുക. ഒരു വീണ്ടെടുപ്പിൻ്റെ ബലമാണ് ക്രിസ്തു നൽകുക. സൗഖ്യപ്പെട്ടതുകൊണ്ട് മാത്രം അവൻ സമൂഹത്തിൻ്റെ ഭാഗമാകുന്നില്ല, മറിച്ച് നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങളിലൂടെ പുരോഹിതൻ പരസ്യമായി പ്രഖ്യാപിക്കുമ്പോഴാണ് അവൻ രോഗവിമുക്തനായി സമൂഹത്തിൽ എല്ലാവരെയും പോലെ ജീവിക്കുവാൻ യോഗ്യത ഉണ്ടാവുക. ആ കാലഘട്ടത്തിൻ്റെ നിയമസംഹിതയെ എല്ലാം മാനിച്ചുകൊണ്ട് ക്രിസ്തു അപ്രകാരം ചെയ്യുന്നത്. നമ്മെ സുഖപ്പെടുത്തുവാൻ മനസ്സുള്ള ഒരു ക്രിസ്തുവുണ്ട്. എനിക്ക് മനസ്സുണ്ട്. നോക്കൂ, എത്രയോ ആഴവും സ്പഷ്ടവുമാണ് ക്രിസ്തുവിൻ്റെ ലാളിത്യം. നമ്മെ സുഖപ്പെടുത്തുവാൻ മനസ്സുള്ള ഒരു ദൈവം, നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ, ഒറ്റപ്പെടലിൽ ഇടപെടുവാൻ മനസ്സുള്ള ഒരു ദൈവം, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു രോഗത്തെയും കരുണയോടെ സ്പർശിക്കുവാൻ മനസ്സുള്ള ഒരു ദൈവം. അക്കാലഘട്ടത്തിൽ കുഷ്ഠരോഗി സ്പർശിക്കുന്നവർ 7 ദിവസം അശുദ്ധരായിരിക്കും എന്നാണ് നമ്മൾ പഴയ നിയമ പുസ്തകത്തിൽ വായിക്കുക. പ്രത്യേകിച്ച് ലേവിയുടെ പുസ്തകത്തിൽ കുഷ്ഠരോഗിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പറയുമ്പോൾ കുഷ്ഠരോഗി സ്പർശിക്കുന്ന വ്യക്തി 7 ദിവസം അശുദ്ധനായിരിക്കും. അവൻ പാളയത്തിന് പുറത്ത് താമസിക്കണം. എന്നാൽ ക്രിസ്തു കുഷ്ഠരോഗി സ്പർശിച്ചതിൻ്റെ പേരിൽ പാളയത്തിന് പുറത്തു പോകുന്നില്ല, സ്വയം അശുദ്ധനാകുന്നുമില്ല. അതെ, ക്രിസ്തു തൊട്ടവരും ക്രിസ്തുവിനെ തൊട്ടവരും അനുഭവിക്കുന്ന ആത്മീയത ഇതാണ്. നിയമത്തെ അതിലംഘിക്കുന്ന ആത്മീയത, അഥവാ ക്രിസ്തു സ്പർശനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് രക്ഷയുടെ അനുഭവമാണ്, വീണ്ടെടുപ്പിൻ്റെ അനുഭവമാണ്. ക്രിസ്തുവിൻ്റെ സ്പർശനവും ക്രിസ്തുവിൻ്റെ കൃപാവരവും സ്വീകരിച്ച് നാം ഇനിയും പാളയത്തിന് പുറത്ത് ജീവിക്കേണ്ടവരല്ല. നാം സമൂഹമധ്യേ എല്ലാവർക്കും തുല്യരായി ജീവിക്കേണ്ടവരും ദൈവത്തെ നിരന്തരം മഹത്വപ്പെടുത്തേണ്ടവരുമാണ്. ക്രിസ്തുവിനോട് ഈ കുഷ്ഠരോഗിക്കുണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ ബലവും നാം ധ്യാനിക്കണം. ആ ജനക്കൂട്ടത്തിനിടയിലൂടെ അവൻ യേശുവിനെ സമീപിച്ച് കർത്താവിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. യേശു അവന് ആ നന്മ നൽകുകയും അനുഗ്രഹിക്കുകയും വീണ്ടെടുക്കുകയുമാണ് ചെയ്യുക. അതെ, നാം വിശ്വാസത്തോടുകൂടി ക്രിസ്തുവിനെ സമീപിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹദായകമായി തീരുമെന്നും രക്ഷയുടെ അനുഭവമാകുമെന്നും ക്രിസ്തു സ്പർശനത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ വീണ്ടെടുക്കാനാകുമെന്നും ക്രിസ്തു ഉറപ്പ് നൽകുന്നു. നമുക്കും നിലവിളിക്കാം, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, പാപിയായ എന്നെയും ഒന്ന് തൊടയണമേ. എൻ്റെ ആന്തരികമായ കുഷ്ഠരോഗം മാറുവാൻ അങ്ങയ്ക്ക് മാത്രമേ സൗഖ്യത്തിൻ്റെ ബലത്തിലേക്ക് നയിക്കാനാകൂ. ബാഹ്യമായി ഞാൻ ശുദ്ധിയുള്ളവനെങ്കിലും ആന്തരികമായി ബലം കുറവുള്ളവനാണ്. ദാവീദിൻ്റെ പുത്രനായ യേശുവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെയും ശുദ്ധനാക്കാൻ കഴിയും. വിശ്വാസത്തോടും തീഷ്ണതയോടും കൂടി നമ്മുടെ ആന്തരിക വിശുദ്ധിക്കായി ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.